ക്ലാസ് ഒക്കെ കഴിഞ്ഞു. ഒരു പാട്ട് പാടും. പാട്ട് പാടാൻ പറ്റില്ല ടീച്ചർ. ഡാൻസ് ചെയ്യാൻ പറ്റും? അത് പറ്റും. ഓക്കെ, അപ്പോൾ എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റുന്ന എങ്ങനെ പറയും? ഐ ക്യാൻ ഡാൻസ്. ഓക്കെ, അപ്പോൾ നമ്മളിതിന് മുമ്പുള്ള ചില വീഡിയോസിൽ എന്താ പറയാ, അവളൊരു ടീച്ചറല്ല, അതുപോലെ ഞങ്ങൾ ചെന്നൈയിലായിരുന്നില്ല എന്നൊക്കെ നമ്മൾ പറയാൻ ഏതോ ഒരു വേർഡ് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ചേർത്തു. അത് ഏതാന്ന് ഓർമ്മയുണ്ടോ? നോട്ടാണോ? നോട്ട് തന്നെയാണ്. ആ നോട്ട് തന്നെ എവിടെയും ചേർക്കണത്. ക്യാൻ കഴിഞ്ഞിട്ട് നോട്ട് ചേർത്താൽ അത് കനോട്ട് എന്നാവും. അപ്പൊ കഴിയില്ല എന്നാവും. അതായത് ഇപ്പൊ എനിക്ക് പാട്ട് പാടാൻ പറ്റില്ല, എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയുമ്പോൾ ഐ കനോട്ട് സിംഗ്. അപ്പൊ ഒരു എബിലിറ്റി അല്ലെങ്കിൽ ഒരു കഴിവില്ല എന്നാണ്, എന്നെ കൊണ്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പോ നമ്മള് ഒരു കോളേജിൽ പഠിക്കുക അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുകയാണ്, എനിക്ക് നാളെ വരാൻ പറ്റില്ല, അതും പറ്റില്ല എന്ന് തന്നെയാണ്. അപ്പൊ നമ്മളൊരു മെസ്സേജ് ടീച്ചർക്ക് അയക്കണം കം എന്ന് പറഞ്ഞാൽ അത് വേറെ എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നുള്ള രീതിയിലാവും. ഇവിടെ ഒരു കഴിവ്, അതായത് ശ്രദ്ധിക്കേണ്ടത് ഒരു എബിലിറ്റി എനിക്കില്ല റൈറ്റ് നൗ, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതിന് ക്യാൻ്റെ കൂടെ നോട്ട് ചേർത്താൽ മതി. അത് അവനോ അവളോ അങ്ങനെ ആരാണെങ്കിലും കനോട്ട് മാത്രം മതി. അപ്പൊ എനിക്ക് കവിത എഴുതാൻ കഴിയില്ല എന്ന് പറയണെങ്കിൽ എങ്ങനെ പറയും? ഐ കനോട്ട് റൈറ്റ് എ പോം. യെസ്. ക്ലിയർ? യെസ്, സോ സിമ്പിൾ. യെസ്. അപ്പോൾ എന്നെ പോലെ തന്നെ നിങ്ങൾക്കും കനോട്ടിന്റെ യൂസേജ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സീ യു സൂൺ.